മോന് മുറ്റടിക്കുന്ന വീഡിയോ ആണ് ഇതിൽ. ഇപ്പം എന്താണ് പറയാനെന്നൊക്കെ തോന്നും. പക്ഷേ ഈ പറഞ്ഞ മാതിരി തന്നെ കൈ പിടിച്ച് ക്ലീനാക്കി ഇങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും എല്ലാ ജോലിയും ചെയ്യുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ അവൻ്റെ കൈ പിടിച്ച് ചെയ്യിപ്പിക്കും. അപ്പോൾ പിന്നെ കാലക്രമേണ അത് പഠിച്ചതാണ്. അവന് അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ള് വൃത്തിയായിട്ട് അടിച്ചു വാരിയിരിക്കുന്നു ഒരു സമയത്ത്. അത് ഞാൻ സ്പീഡിൽ. പിന്നെ എനിക്ക് പെട്ടെന്ന് ഫിറ്റ്സ് വന്നു. അതിന് ശേഷം ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ബുദ്ധിക്ക് കുറേ മറന്നു പോവും. അങ്ങനെ ഇതൊക്കെ മറന്ന് പിന്നെ ആദ്യം പഠിപ്പിക്കും. ഞാൻ എന്ത് ചെയ്യണോ അവന് എവിടെയും ഓടിപ്പോവാതിരിക്കാനും അവന് ശ്രദ്ധ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടി ചേർത്ത് നിർത്തി. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടോ അവനൊരു ബുദ്ധിയില്ലാത്ത കുട്ടിയാണ് എന്ന് പറയണ കേൾക്കാൻ ഇഷ്ടമല്ലായിരുന്നു. ഒന്നിനും അവനൊരു ശരിയില്ല എന്ന് പറയണ കേൾക്കാൻ സത്യത്തിൽ ഇഷ്ടമല്ല. അപ്പം ഞാൻ വിചാരിക്കും മോനെ ഏബിളാക്കി കാണിക്കണം എനിക്ക് എന്നുള്ളൊരു വല്ലാത്തൊരാഗ്രഹം. അത് സത്യം പറഞ്ഞാൽ ചെറുപ്പത്തിലേ ഉണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും നമ്മളിങ്ങനെ എനിക്ക് കല്യാണം കഴിഞ്ഞ് ഉടനെ വേഗം ഉണ്ടായി അവന്. അപ്പം എനിക്ക് കുട്ടിയായിരിക്കുമ്പോൾ അശോക് ഗൾഫിലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര മോനെ അടുത്ത് കിടത്തിയിട്ട് ഒക്കെ വെറുതെ സ്വപ്നം കാണുമ്പോൾ ഇവനെ നല്ലോണം പഠിപ്പിക്കണം, ഇവനെ നല്ല നിലയിലാക്കണം എന്നൊക്കെ ഒരു എല്ലാ അമ്മമാരെയും പോലെ ആഗ്രഹിച്ചു. പക്ഷേ വന്നത് ഇങ്ങനെ ആയിപ്പോയി ഇവന്. അപ്പോൾ ഒരു സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കട്ടോ, ഞാൻ എന്തൊക്കെ പൊട്ട സ്വപ്നങ്ങൾ കണ്ടിരുന്നെന്ന്. എന്നിട്ട് പിന്നെ ഇവനിങ്ങനെ ആയിപ്പോയല്ലോ. പിന്നെ രണ്ടാമത് മോനുണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ രണ്ടാമത്തെ കുട്ടീനെ അടിച്ചൊക്കെ പഠിപ്പിക്കും, എൻ്റെ ഒരു അതിയായ ആഗ്രഹത്തിൻ്റെ പുറത്ത്. പിന്നെ എപ്പോഴൊക്കെയോ എനിക്ക് മനസ്സിലായി ആ രീതിയൊന്നും വേണ്ട, ഇവരെങ്ങനെയാണോ അവരങ്ങനെ ആവട്ടെ എന്നൊക്കെ. ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടിച്ചു വരുന്നത് ഫുള്ള് ആദ്യത്തെമാതിരി പഠിഞ്ഞിട്ടില്ല. മറ്റേത് ഞാൻ കണ്ണ് കൂട്ടി തുറക്കുമ്പോഴത്തേനും മുറ്റടിച്ച് വാരി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ പിന്നെയും പഴയ പോലെ പഠിച്ച് വരികയാണ്. എനിക്ക് നിങ്ങളുടെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഉള്ള കമൻസൊക്കെ വായിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. തുടർന്ന് നിങ്ങളെ പിന്തുണ എനിക്ക് ആവശ്യമുണ്ട്. ഫേസ്ബുക്കിൽ ഫോളോ ചെയ്ത് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.